എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സ്വർണ്ണവില കുത്തനെ കുറയുകയാണ്. 1,31,000-ന് മുകളിലെത്തിയ സ്വർണ്ണവിലയാണ് ഇന്ന് 1,00,000-ന് താഴെ എത്തിയിട്ടുള്ളത്. ഈ മാർച്ച് മാസത്തിൽ മാത്രം 25,000 രൂപയ്ക്ക് മുകളിലാണ് സ്വർണ്ണവില കുറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സ്വർണ്ണവില കുറയുമ്പോൾ സ്വർണ്ണ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് പണം തിരികെ അടയ്ക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ട്. ഇതേക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 2026 മാർച്ച് 23-ാം തീയതി 2 തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത്. 2 തവണകളായി 7,560 രൂപയാണ് ഇന്ന് മാത്രം കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില 99,480 രൂപയായി. ഗ്രാമിന് 945 രൂപ കുറഞ്ഞ് 12,435 രൂപയായി. ഇന്ന് രാവിലെ ഒറ്റയടിക്ക് 4,360 രൂപ പവനും ഗ്രാമിന് 545 രൂപയും കുറഞ്ഞിരുന്നു. ശനിയാഴ്ചയും സമാനമായിട്ടുള്ള രീതിയിൽ സ്വർണ്ണവിലയിൽ കുറവുണ്ടായിരുന്നു. ആഗോള വിപണിയിലും സ്വർണ്ണവില കുത്തനെ ഇടിയുകയാണ്. സ്പോട്ട് ഗോൾഡ് ട്രോയ് ഔൺസിന് $278.84 കുറഞ്ഞ് $4,212.91 2026 ജനുവരി 29-നാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത്. അന്ന് ഗ്രാമിന് 16,395 രൂപയും പവന് 1,31,160 രൂപയുമായിരുന്നു. സ്വർണത്തിൻ്റെ വിപണി മൂല്യത്തിൻ്റെ 75% ബാങ്കുകൾ വായ്പ നൽകാറുള്ളത്. 22 ക്യാരറ്റ് സ്വർണമാണ് സാധാരണഗതിയിൽ പണയത്തിന് എടുക്കാറുള്ളത്. ഈ സ്വർണത്തിന് 75% വായ്പ നൽകാറുള്ളത്. വില കൂടിയ സമയത്ത് 1,00,000-ന് മുകളിൽ വരെ വായ്പ ലഭിച്ചിട്ടുള്ള ആളുകളുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ സ്വർണ്ണവില കുറയുന്ന സമയത്ത് വായ്പയിലേക്ക് തുക തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ വായ്പ പൂർണ്ണമായും മാറ്റിവെക്കുകയോ ചെയ്യേണ്ടതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ലഭിക്കുന്നതായിരിക്കും. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പാചകവാതകത്തിലാണ്. വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ മുടങ്ങിയിട്ടില്ല എങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഹോട്ടലുകൾ ഭാഗികമായിട്ടെങ്കിലും പൂട്ടുവീണ അവസ്ഥയാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ നിശ്ചിത അളവിൽ മാത്രമാണ് ആഹാരം ലഭിക്കുന്നത്. രാജ്യത്തെ നിരവധി ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടാൻ ഇത് കാരണമായിട്ടുണ്ട്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ രാജ്യത്തെ LPG സിലിണ്ടറുകളിൽ നിറക്കുന്ന വാതകത്തിന്റെ അളവ് കുറക്കാനുള്ള ശ്രമം നടക്കുകയാണ്. 12.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറാണ് നിലവിൽ വീടുകളിൽ ലഭിക്കുന്നത്. ഇത് 10 കിലോ ആയി കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ പേർക്ക് സിലിണ്ടറുകൾ എത്തിക്കാൻ ആകും എന്നാണ് കണക്കുകൂട്ടൽ. സിലിണ്ടറുകൾ മാറ്റില്ല. നിലവിലെ സിലിണ്ടറിൽ 14,200 എന്നുള്ളത് 10 കിലോ ആക്കി ചുരുക്കാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. തൂക്കം കുറയുന്നതിനനുസരിച്ച് വിലയും കുറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 1/3 തൂക്കമാണ് കുറയുന്നത്. എന്നാൽ വില ഇത്ര തന്നെ കുറയുമോ എന്ന് കണ്ടറിയണം. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാർഹിക വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കൂട്ടിയിരുന്നു. 60 രൂപയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് കൂട്ടിയത് എങ്കിൽ മറ്റ് സിലിണ്ടറുകൾക്ക് 115 രൂപയാണ് കൂട്ടിയത്. എന്നാൽ വാണിജ്യ സിലിണ്ടർ ഇപ്പോൾ ലഭിക്കാത്ത അവസ്ഥയുമാണ്. ഇതിന് പിന്നാലെയാണ് പാചകവാതകത്തിന്റെ അളവ് കുറച്ച് വില കുറയ്ക്കാൻ ആലോചന നടക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇക്കണോമിക്സ് ടൈംസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത്. കമ്പനികളുടെ കണക്കനുസരിച്ച് ശരാശരി ഒരു കുടുംബത്തിന് 14.2 കിലോഗ്രാം സിലിണ്ടറിന് 35 മുതൽ 40 ദിവസം ഉപയോഗിക്കുന്നുണ്ട്. 10 കിലോഗ്രാം ആക്കിയാൽ ഏകദേശം 1 മാസത്തേക്ക് ഇത് ഉപയോഗിക്കാനാകും. അതേസമയം LPG ബുക്കിംഗ് ഇടവേള 25-ൽ നിന്നും 45 ദിവസമാക്കി നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അളവ് കുറക്കുന്നതിനോടൊപ്പം ഇടവേള കുറച്ചില്ല എങ്കിൽ 10 കിലോഗ്രാം സിലിണ്ടർ 45 ദിവസം വരെ ഉപയോഗിക്കേണ്ടിയും വരും. അളവ് കുറയ്ക്കാനുള്ള നിർദ്ദേശം സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചാൽ വോട്ടിംഗ് പ്ലാനുകളിൽ തൂക്ക സംവിധാനം പുനഃക്രമീകരിക്കും. അളവ് കുറച്ചത് സംബന്ധിച്ച് പുതിയ സ്റ്റിക്കറുകൾ സിലിണ്ടറുകളിൽ പതിക്കുകയും ചെയ്യും. വില ആനുപാതികമായി കുറയുമെന്നും കമ്പനികൾ പറയുന്നു. LPG ലഭ്യത കുറയുന്നതിനാൽ അടുത്ത മാസ വിതരണം കൂടുതൽ വഷളാകുമെന്നും അത് പരിഹരിക്കാൻ ഇത്തരം മാർഗങ്ങൾ ആശ്രയിക്കുകയല്ലാതെ മറ്റ് വഴിയില്ല എന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിദിനം 93,500 ടൺ LPG ആണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഇത് 80,400 ടൺ അഥവാ
86% വീടുകളിലും ബാക്കി 14% വാണിജ്യ ആവശ്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് 40% മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 60% ഇറക്കുമതിയെ ആശ്രയിക്കുകയാണ്. യുദ്ധത്തിന് മുമ്പ് ഗൾഫിൽ നിന്നും ഇതിന്റെ 90% കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഹോർമോസ് കടലിടുക്ക് അടച്ച് പ്രതിസന്ധിയായതോടെ ഈ ഒരു അവസ്ഥയിലേക്കെത്തി. ഇതിന് ശേഷം 3 ടാങ്കറുകൾ ഇന്ത്യയിലേക്ക് ഇറാൻ കടത്തിവിട്ടിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം ഇപ്പോൾ നമുക്ക് വീടുകളിൽ ലഭിക്കുന്ന 14,200 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് പകരം 10 കിലോഗ്രാം ഗ്യാസ് ഉള്ള സിലിണ്ടറുകളായിരിക്കും ലഭിക്കുക. അപ്പോൾ അതിനനുസരിച്ച് വില കുറയും എന്ന് പറയുന്നുണ്ട്. എങ്കിലും എത്രയാണ് കമ്പനികൾ കുറക്കുക എന്നറിയില്ല. മാത്രമല്ല ഓരോ സിലിണ്ടറിൽ നിന്നും 4.2 കിലോഗ്രാം ഗ്യാസ് കുറയുന്നതോടുകൂടി ഗ്യാസ് വേഗത്തിൽ തീരും. അപ്പോൾ വീണ്ടും സിലിണ്ടർ പെട്ടെന്ന് നിറയ്ക്കേണ്ടിയും വരും. ഈ ഒരു സാഹചര്യത്തിൽ ഡെലിവറി ചാർജ് അപ്പോഴും നൽകണം. ഓരോ സമയത്തും നമുക്ക് നിറക്കുന്ന അളവ് കൂടുകയാണ് എങ്കിൽ അതിനനുസരിച്ച് ഡെലിവറി ചാർജും നൽകേണ്ടി വരും. 5 കിലോമീറ്റർ ചുറ്റളവ് വരെ ഡെലിവറി ചാർജ് ഇല്ല എങ്കിലും മിക്കയിടങ്ങളിലും 50 മുതൽ 100 വരെ ഡെലിവറി ചാർജ് വാങ്ങുന്നുണ്ട്. ഇന്നത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഗ്യാസ് സിലിണ്ടറുകൾ ലഭിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ ആരും വിതരണക്കാരോട് തർക്കിക്കാനും നിൽക്കുന്നില്ല. ഇതാണ് അവസ്ഥ. പിന്നെ ഗ്യാസ് KYC ചെയ്യാത്ത ആളുകൾക്ക് ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഭാരത് ഗ്യാസ് അറിയിച്ചിട്ടുണ്ട്. ഭാരത് ഗ്യാസ്, ഇന്ത്യൻ ഗ്യാസിനൊക്കെ ഇപ്പോൾ വാട്സപ്പ് ബുക്കിങ്ങും സൗകര്യവും ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉജ്ജൽ യോജന പദ്ധതി പ്രകാരം സബ്സിഡി ലഭിക്കുന്ന ആളുകൾ മാർച്ച് 31 മുമ്പ് KYC നടപടി പൂർത്തീകരിച്ചില്ല എങ്കിൽ സബ്സിഡി നഷ്ടപ്പെടുന്നതാണ്. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. മറ്റന്നാൾ മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. അത് കഴിഞ്ഞ് 4 ദിവസത്തിനപ്പുറം ഏപ്രിൽ മാസത്തെയും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ ഈ മാർച്ച് മാസം തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു 25-ാം തീയതി മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും എന്ന്. ഏപ്രിൽ മാസത്തേത് ഏപ്രിൽ മാസം ആദ്യവും ഉണ്ടാകും എന്ന്. അപ്പോൾ ഈ 2 പെൻഷനും മാർച്ച് മാസത്തിൽ തന്നെയാണ് വിതരണം ആരംഭിക്കുന്നത്. മറ്റന്നാൾ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച മുതൽ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണവും മാർച്ച് 31-ാം തീയതി മുതൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണവുമാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും പതിവ് പോലെ എത്തിച്ചേരുന്നതാണ്. 2 പെൻഷൻ വിതരണം എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ ഗ്യാപ്പിലാണ് ഈ ഒരു പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ വിതരണം ചെയ്ത് 2 ദിവസത്തിന് ശേഷമാണ് സാധാരണഗതിയിൽ കയ്യിൽ വിതരണം ആരംഭിക്കാറുള്ളത്. എന്തായാലും ഇലക്ഷൻ നടക്കുന്ന ഏപ്രിൽ 9 മുമ്പ് 4000 രൂപ 2 തവണകളായിട്ട് എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലും കയ്യിലും എത്തിച്ചേരുന്നതാണ്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതാണ്. മാർച്ച് 25-ാം തീയതി വൈകുന്നേരത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതാണ്. 2000 എത്തുമ്പോൾ കേന്ദ്ര വിഹിതം, ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവ പെൻഷൻ ഇവയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് 300, 200, 500ൻ്റെയൊക്കെ കുറവുണ്ടാകും. ആ ഒരു തുക 4-5 ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പതിവ് പോലെ സംസ്ഥാന സർക്കാർ അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ ഇത് 1 വർഷത്തിലധികമായിട്ട് ഈ ഒരു തുക തരുന്നില്ല. മുൻകൂറായിട്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് ആ ഒരു തുക നൽകുന്നത് എങ്കിലും വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ തുക ഇത്രയും ദിവസം താമസിച്ച് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡുക്കൾ വിതരണം ചെയ്തു. അതായത് ഫെബ്രുവരി മാസത്തിൽ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്കുള്ള 2ാം ഘട്ട വിതരണവും മാർച്ച് മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൂടി 2000 രൂപ അങ്ങനെയുള്ളവർക്ക് വിതരണം ചെയ്തപ്പോൾ ആദ്യം ഫെബ്രുവരിയിൽ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മാർച്ച് മാസത്തേത് വിതരണം ചെയ്തിട്ടുണ്ട്. ഇനി ഏപ്രിൽ മാസത്തേത് ഇലക്ഷന് മുമ്പ് വിതരണം ഉണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉടൻ എത്തിച്ചേരും. കുടിശ്ശിക ഉണ്ട് എന്നാണ് അറിയുന്നത്. മുഴുവൻ കുടിശ്ശികയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും 10-ൽ കൂടുതൽ കുടിശ്ശിക ഉറപ്പാണ് എന്നുള്ളതാണ് വിവരം. അപ്പോൾ 18 മാസത്തേതാണ് ലഭിക്കാനുള്ളത്. അത് മുഴുവൻ ലഭിക്കുകയാണെങ്കിൽ 18,600 രൂപയോളം ഓരോ ആളുകൾക്കും എത്തിച്ചേരുന്നതാണ്. 1,600 വെച്ച് തന്നെയാണ് ഇപ്പോഴും കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത്. പ്രവാസി പെൻഷനും തീർച്ചയായിട്ടും മുടങ്ങുന്നുണ്ട്. അതും ഈ ഇലക്ഷന് മുമ്പ് മാക്സിമം ലഭിക്കുന്നതാണ്.
പിന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മറ്റ് സഹായങ്ങളെല്ലാം ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇതൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.